ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് ഒരു പുതിയ പാഠം ചിന്തിക്കാനായിട്ട് ആരംഭിച്ചിരുന്നല്ലോ. നിക്ഷേപങ്ങളുടെ ഒരു താരതമ്യം നമ്മുടെ കർത്താവ് 19, 20, 21 വാക്യങ്ങളിലായിട്ട് നൽകുന്നത് നമ്മൾ കാണുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർത്തതുപോലെ നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗങ്ങളിൽ സാമ്പത്തികമായ കാര്യങ്ങളെ സംബന്ധിക്കുന്നതായ വിലപ്പെട്ട സത്യങ്ങൾ കർത്താവ് വ്യക്തമാക്കിക്കൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരാളുടെ ആത്മീയതയുടെ വളരെ പ്രധാനപ്പെട്ട അളവുകോല് സമ്പത്തിനോട് ആൾ പുലർത്തുന്ന ആഭിമുഖ്യമായിരിക്കും എന്ന് പൊതുവെ പറയാറുണ്ട്. ഈ പഠനത്തിലും നമുക്ക് ആ വലിയ സത്യം ഓർക്കാനായിട്ട് സാധിക്കേണ്ടുന്നതാണ്. നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങൾ ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ക്രമീകരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് ആവശ്യമുണ്ട്. നമ്മുടെ ഈ പ്രസംഗത്തിൻ്റെ വഴിയിൽ നിന്ന് അല്പം മാറിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ സത്യം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മളിപ്പോൾ വായിക്കുന്ന പോർഷനിൽ 2 രാജാക്കന്മാർ 4, 5, 6 അധ്യായങ്ങളിലൊക്കെ സമ്പത്തിനോട് ബന്ധപ്പെട്ടതായ പല സത്യങ്ങൾ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ പോർഷനിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾ ആ ബന്ധത്തിൽ പല കാര്യങ്ങളും ഉൾക്കൊണ്ട് കാണുമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ദൈവവചനത്തിൽ അനേക സ്ഥലങ്ങളിൽ സമ്പത്തിനോട് ബന്ധപ്പെട്ടുള്ളതായ സത്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന് പ്രസാദകരമായ നില ഈ വിഷയത്തിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് പരമാർത്ഥതയോടുകൂടി ഉറപ്പുവരുത്തുവാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ 6-ാം അധ്യായത്തിലെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഒത്തിരി വിശദീകരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ കർത്താവ് 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ അവിടെ ആ ചരിത്രത്തിൽ ഒരു വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എലീശയും ശിഷ്യന്മാരും സൂക്ഷിച്ചതായ ലളിതമായ ജീവിത ശൈലിയുടെ മഹത്വം നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവമക്കളായ നാമും ആ ശൈലിയോടെ ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ടതില്ല എന്ന് കരുതുകയാണ്. ഇതിൽ നിന്നൊക്കെ വിട്ടുള്ളതായ സാമ്പത്തിക നടപടിക്രമങ്ങൾ വ്യാപകമായിട്ടും നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് നമ്മെ ഈ തലമുറയിൽ നിന്ന് രക്ഷിച്ച് തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. നാം മടങ്ങി ഗിരിപ്രഭാഷണത്തിലേക്ക് വരാം എന്ന് ആഗ്രഹിക്കുകയാണ്. 19, 20 വാക്യങ്ങളിൽ നിക്ഷേപത്തെ സംബന്ധിക്കുന്ന 2 സുപ്രധാനമായ സത്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് ഞാൻ തുടരാം എന്ന് കരുതുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19, 20 വാക്യങ്ങൾ. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ
നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളു. നമുക്കറിയാം, ഈ വാക്കുകൾ അതിൽ തന്നെ കർത്താവിൻ്റെ കേൾവിക്കാരെ ഏറെ അത്ഭുതപ്പെടുത്തി കാണുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. നമുക്ക് ഒറ്റ വായനയിൽ ഇതതുപോലെ ഉൾക്കൊള്ളാനായിട്ട് അല്പം പ്രയാസമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ പ്രയാസമില്ലാത്തൊരു മനസ്സിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ കൽപ്പനയുടെ അന്തസത്ത ഉൾക്കൊള്ളാനായിട്ട് കർത്താവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. 2 കൽപ്പനകളാണ് നാം ഈ 2 വാക്യങ്ങളിലായി വായിക്കുന്നത്. ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന 2 കൽപ്പനകളാണ്. നമ്മൾ ഇതിലൂടെ ഒന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവാത്മാവ് നമ്മെ നേർനിലത്തിൽ നടത്തുവാൻ ഇടയായിട്ട് തീരട്ടെ. 19-ാമത്തെ വാക്യത്തിൽ അരുത് എന്ന് പറഞ്ഞ് ശക്തമായൊരു കൽപ്പന നൽകുന്നതായി നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. കർത്താവ് ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ഭൂമിയിലുള്ള നിക്ഷേപത്തിൻ്റെ അസ്ഥിരത വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇവിടുത്തെ നിക്ഷേപങ്ങളിൽ പുഴുവും തുരുമ്പും കെടുക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പിന്നെ കർത്താവ് പറഞ്ഞു, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാനുള്ളതായ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ ലോകത്തിലുള്ള നിക്ഷേപങ്ങൾ ചിലപ്പോൾ തുരന്ന് മോഷ്ടിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ പുതിയ സംവിധാനത്തിൽ വളരെ അപ്രതീക്ഷിതമായി ചിലപ്പോൾ അപഹരിക്കപ്പെടുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വായിക്കുമ്പോൾ എത്രയോ മിടുക്കരായ ആളുകളുടെ നിക്ഷേപങ്ങളാണ് വളരെ നിസ്സാരമായി ആളുകൾ അപഹരിച്ച് കൊണ്ടുപോകുന്നതായി നാം വായിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. നമുക്ക് വായിച്ചാൽ വലിയ അത്ഭുതം തോന്നും. കാരണം വളരെ മിടുക്കരായിട്ടുള്ള ആളുകൾ അവരെ പോലും ഈ കാര്യത്തിൽ പറ്റിച്ച് അങ്ങനെ അവരുടെ നിക്ഷേപങ്ങൾ അപഹരിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ എടുക്കാനായിട്ടുള്ള ആളുകൾ അതൊരു ജോലിയായിട്ടിപ്പോൾ കാണുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ സാധാരണ വാർത്തകളിലൊക്കെ വായിക്കുന്നതായ കാര്യമാണ്. ചില ചെറിയ രാജ്യങ്ങളിലുള്ള ആളുകളുടെ ജോലി ഇതാണെന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ അക്കൗണ്ടിൽ കിടക്കുന്നതായ പണം അവരുടെ അക്കൗണ്ടിലേക്ക് വരുത്താനുള്ളതായ കുറുക്കു വഴികൾ കണ്ടെത്തി അത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ഈ കാലത്ത് നമ്മൾ ധാരാളം കേൾക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞതായ ഈ അപകട സൂചന ഈ നാടുകളിൽ എത്രയോ അത് അധികമായിട്ടും വ്യാപകമായിട്ടും തീർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളുടെ മഹത്വം അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. എല്ലാം അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടൊന്നും നിർബന്ധമില്ല. എന്നാൽ ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾ അതിൽ തന്നെ ഏറെ അസ്ഥിരമാണെന്നുള്ളത് കർത്താവ് 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ട് 20-ാമത്തെ വാക്യത്തിൽ ഒട്ടും അസ്ഥിരമല്ലാത്ത ആരും അപഹരിക്കാത്തതായ സ്വർഗത്തിലെ നിക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ലളിതമായൊരു വിശദീകരണം ഇവിടെ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. നിക്ഷേപം സ്വരൂപിക്കാനുള്ള പ്രകൃതം മനുഷ്യനിൽ സഹജമാണ്. അത് സ്വാഭാവികമായിട്ട് ആളുകൾക്കുള്ളതായ ഒരു താല്പര്യമായിട്ടാണ് ഇരിക്കുന്നത്. ചില ആളുകളൊക്കെ അതിൻ്റെ അടിമത്തത്തിലുമാണ്. അവരാസ്വദിക്കുന്നത് തന്നെ ഈ ഭൂമിയിൽ
കൂടുതൽ നിക്ഷേപം സ്വരൂപിച്ച് അതിൽ സന്തോഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതായ രീതി നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാനായിട്ട് സാധിക്കും. നമ്മിലൊക്കെ ആ പ്രകൃതം കുറച്ച് കാണും. അതുകൊണ്ട് അത് തിരിച്ചറിയുന്നത് നല്ലതാണ്. എവിടെയോ ഒരിക്കൽ വായിക്കുവാൻ ഇടയായിട്ട് തീർന്നതായ ഒരു കൊട്ടാരത്തിലെ ക്ഷുരകൻ്റെ കഥ എൻ്റെ ഓർമ്മയിൽ വരുന്നു. ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൊട്ടാരത്തിലെ ക്ഷുരകനാണ്. അപ്പം അതുകൊണ്ട് ഒരുവിധം കൊള്ളാവുന്ന ജോലിയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതൊരു സങ്കല്പകഥയാണ്, നടന്നതായാലുള്ളതായ സാധ്യതയില്ല. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന് 6.5 ടിന്ന് പൊന്ന് കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ അറിയാമല്ലോ ഇത് ഒരു സങ്കല്പ കഥയായിരിക്കും. എങ്കിലും ഒരു ഗുണപാഠം അതിലുള്ളത് കൊണ്ട് ഞാനത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ 6.5 ടിന്ന് പൊന്ന് അവന് കിട്ടി. പിന്നെ ഇത് കിട്ടിയതിന് ശേഷം അവൻ്റെ ജീവിതം വല്ലാതെ അസ്വസ്ഥപ്പെടുന്നു. അവൻ നാൾക്ക് നാൾ ക്ഷീണിച്ച് വരുന്നു. അവനൊരു ഉന്മേഷവും തോന്നുന്നില്ല. അപ്പോൾ രാജാവ് ഇതിൻ്റെ കാരണം ആരാഞ്ഞു. കാരണം കൊട്ടാരത്തിലെ ക്ഷുരകനല്ലേ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ട് രാജാവ് ആരായുമല്ലോ. ആരാഞ്ഞ് സൂക്ഷ്മമായിട്ടൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം ഇവൻ പ്രോപ്പറായിട്ട് ഭക്ഷണം പോലും കഴിക്കുന്നില്ല. കാരണം ഈ 6.5 7 ആക്കാനുള്ളതായ വലിയ തീവ്രമായ ശ്രമത്തിൽ അവൻ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാധാരണ ചിലവാക്കേണ്ട ഭക്ഷണത്തിന് പോലും പണം വേണ്ടതുപോലെ ചിലവാക്കാതെ അവൻ ജീവിച്ചു എന്നാണ് കഥ. കഥയിൽ ചോദ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കഥയായിട്ടങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സത്യം അവിടെ ഉണ്ട്. എന്തിനാ നിക്ഷേപിക്കുന്നത് എന്നറിയാൻ പാടില്ല. ഇത് പ്രയോജനപ്പെടുമോ എന്നും അറിയാൻ പാടില്ല. പക്ഷേ യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ അങ്ങനെ നിക്ഷേപിക്കാനുള്ള ഒരു പ്രകൃതം മനുഷ്യനിൽ സ്വാഭാവികമായിട്ട് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കത് ഉണ്ടെങ്കിൽ ആ പ്രകൃതത്തെ കൃപയോടെ അതിജീവിക്കാനായിട്ട് സാധിക്കണം. സാധാരണ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ കയ്യിൽ കിട്ടുന്നതെല്ലാം ചിലവാക്കി കളയരുത്, കുറച്ചൊക്കെ അത് കയ്യിൽ വെക്കണമെന്നും അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നൊക്കെയാണ് സാധാരണ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ പറയാനിടയായിട്ട് തീരുന്നത്. അത് വേണ്ടെന്നല്ല കേട്ടോ ഞാനീ പറയുന്നത്. എന്നാൽ യാതൊരു ലക്ഷ്യബോധവും ഇല്ലാത്തതായ നിക്ഷേപങ്ങൾ വളരെ അപകടകരമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഞാനൊരു വാചകം പ്രാർത്ഥനയോടെ പറയുകയാണ്. പ്രത്യേകിച്ചൊരു ലക്ഷ്യബോധവും ഇല്ലാതെ നിക്ഷേപിക്കാനുള്ള നിക്ഷേപത്തെയാണ് നമ്മുടെ കർത്താവ് ഇവിടെ വിലക്കുന്നതായി നാം കാണുന്നത്. ആരും തെറ്റിദ്ധരിക്കരുത്. സ്വാഭാവികമായ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ അത് എന്നെ വിശദീകരിക്കും, എന്നാലും ഞാനൊരു മുൻകൂറായിട്ടത് ഓർപ്പിക്കുകയാണ്. നമ്മൾ അങ്ങനെ കയ്യിൽ പണം ചരദിക്കുന്നതോ സൂക്ഷിക്കുന്നതോ ഒന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെയോ ഇത് ലക്ഷ്യബോധമില്ലാത്ത നിക്ഷേപിക്കാനുള്ള നിക്ഷേപത്തിൻ്റെ കാര്യമാണ് നമ്മുടെ കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ചില ബാങ്കുകളിലുമൊക്കെ, പ്രത്യേകിച്ച് തെക്കൻ പ്രദേശത്തുള്ള ചില ബാങ്കുകളിൽ അവകാശികൾക്ക് പോലും അറിയാൻ പാടില്ലാത്ത വലിയ തുകകൾ നിക്ഷേപിക്കപ്പെട്ട് അത് ആരുടെയെന്ന് അറിയാൻ പാടില്ലാതെ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം നിക്ഷേപിച്ച ആളുകൾ കടന്നുപോയി. അപ്പോൾ അത് എൻ്റെ അവകാശികൾക്ക് പോലും അതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ആർക്കാ കൊടുക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത ഒത്തിരി നിക്ഷേപങ്ങൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ കേൾക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെയും ഈ മേഖലയിൽ വളരെ അധികം
വഴിമാറലുകൾ സംഭവിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് എത്രയോ ശരിയാണ്. പുഴുവും തുരുമ്പും കെടുക്കുന്നതായ, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുന്ന, നിക്ഷേപിച്ചവർക്ക് ഒരു പ്രയോജനവും ചെയ്യാത്തതായ നിലയിലേക്ക് നിക്ഷേപങ്ങൾ വഴിമാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിക്ഷേപങ്ങൾ സൂക്ഷ്മതയുള്ളതും നല്ല ലക്ഷ്യബോധമുള്ളതും ആയിരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കാനായിട്ട് സാധിക്കട്ടെ. ഇതിൽ വരുന്നൊരു വലിയ അപകടം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അത് ഞാനൊന്ന് ഒരു മുന്നറിയിപ്പായിട്ട് പറയുകയാണ്. നിക്ഷേപിക്കണമെന്നുള്ള ആഗ്രഹമാണ് അധികം. അപ്പം അതുകൊണ്ട് അത് പണമെല്ലാം നിക്ഷേപമാക്കി മാറ്റുകയാണ്. ഇങ്ങനെ നിക്ഷേപത്തിൽ അതൊരു വിഗ്രഹമായിട്ട് തീരുമ്പോൾ അതിൽ വരുന്ന വലിയൊരു നഷ്ടമുണ്ട്. ഈ പ്രകൃതത്തിൽ അകപ്പെടുന്ന ആളുകൾ സാധാരണ ചെലവാക്കേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവിട പോലും ചെയ്യാതെ അതും ആ നിക്ഷേപത്തിൽ ഉൾപ്പെടുത്തുവാനുള്ള വലിയ സാധ്യത ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ തെറ്റുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കണം. ഒരു കാലഘട്ടത്തിനുമൊക്കെ എത്രയധികം ബാങ്ക് ബാലൻസ് ഉണ്ടെന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ വിജയമായിട്ട് അളക്കപ്പെട്ടിട്ടുള്ള കാലവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ഉൾക്കൊള്ളേണ്ടുന്നതായ കാര്യമാണ്. അവർ കർത്താവിന് കൊടുക്കേണ്ട, വിശ്വാസികളുടെ കാര്യമാണ് ഈ പറയുന്നത്, കർത്താവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാനോ ദൈവമക്കൾക്ക് വേണ്ടി ചെലവിടേണ്ടതായ കാര്യങ്ങൾ ചെലവിടുവാനോ പോലും തുനിയാതെ, അതിന് മനസ്സുണ്ടാകാതെ ഇതിങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കുന്നതിനുള്ളതായ വലിയ അപകട സാധ്യത നമ്മുടെ ജീവിതത്തിനുമൊക്കെ വന്നു പോകുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒത്തിരി വർഷത്തിൻ്റെ അനുഭവജ്ഞാനത്തിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇന്ന് ചെലവാക്കണം എന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും ചെലവിട്ട് ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തണം. ചെലവിടേണ്ട കാര്യങ്ങൾ ചെലവിടാതെ അത് കൂട്ടിക്കൂട്ടി വെക്കുന്നത് അത് ആത്യന്തികമായ വലിയ നഷ്ടത്തിന് കാരണമായിട്ട് തീരും എന്നുള്ളതായ സത്യം ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ ഈ വാക്കിൻ്റെ ഒരു അർത്ഥമൊന്ന് ഉൾക്കൊള്ളാനായിട്ട് ഇത്തിരി താമസമുണ്ടായി. ഞാൻ വന്ന വഴിയൊന്ന് നിങ്ങളോട് പറയാം എന്ന് കരുതുകയാണ്. നമ്മുടെ കർത്താവ് ഈ സത്യം ഇവിടെ പഠിപ്പിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ സത്യം ഇടയലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഈ ബന്ധത്തിലുള്ളൊരു വാക്യം മാത്രം ഞാൻ ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. 1 തിമോഥെയോസ് 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പണം കൊണ്ട് സാധിക്കേണ്ട ജീവിതപരമായ വലിയ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമ്മളിത് മനഃപ്പാഠം പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒന്ന് വായിക്കാം. 1 തിമോഥെയോസ് 5-ന്റെ 8-ാമത്തെ വാക്യം. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണം തനിക്കും താൻ ചിലവിടുവാൻ കടപ്പെട്ടവർക്കും വേണ്ടി കരുതുക എന്നുള്ളതും ചിലവിടുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്നതിൻ്റെ ആകത്തുക, അങ്ങനെ ചെലവിട്ട് കരുതാതെ അതിങ്ങനെ കൂട്ടിവെക്കുന്ന നിക്ഷേപം അത് നിത്യമായ നഷ്ടമായിരിക്കും എന്നുള്ളതായ വലിയ സത്യം
നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. കുടുംബത്തെ പ്രാർത്ഥനാപൂർവം കരുതാൻ കഴിയാതെ വരുന്നത് വലിയ സാക്ഷ്യക്കുറവിന് കാരണമാകാവുന്നതാണ്. ഈ വാക്യത്തിൽ അതിൻ്റെ ഗൗരവം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. എന്താണ് ആ ഗൗരവം? ആ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് അങ്ങനെയുള്ളയാൾ വിശ്വാസം തള്ളിക്കളഞ്ഞ് പിന്നെ എന്നാ പറഞ്ഞു? അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. അപ്പോൾ ദൈവം സ്വാഭാവികമായി കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്വം ഒരാൾ നിർവഹിക്കാതെ മുൻപോട്ട് പോകുന്നത് അതെത്രയോ വലിയ സാക്ഷ്യക്കുറവിന് കാരണമായിട്ട് തീരും എന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. അപ്പം അതുകൊണ്ട് ഞാനൊരു കുടുംബസത്യം കൂടി ഇവിടെ ചേർത്ത് പറയുകയാണ്. പൗലോസ് കൂടി എഴുതുകയാണ്, തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ കരുതുക എന്നുള്ളതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ താഴെ പറയുന്ന ഉദാഹരണങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും എന്ന് കരുതുകയാണ്. കുടുംബത്തെ എങ്ങനെയൊക്കെ കരുതാം, ഇതൊന്നും പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. നമ്മളെല്ലാം കുടുംബത്തെ കരുതുന്നവരാണ്. എങ്കിലും പൊതുവെയുള്ള ദൈവപ്രസാദത്തിൽ കരുതേണ്ടതുപോലെ കരുതാനെങ്ങും കഴിയാതിരിക്കുന്നുണ്ടെങ്കിൽ ആ കുറവിനെ തിരിച്ചറിയാനായിട്ട് ഇത് സഹായകരമായിട്ട് തീരട്ടെ. അപ്പോൾ ഞാൻ ഒത്തിരി വിശദമായിട്ടിത് പറയുന്നില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നുള്ളത് കൊണ്ട് ഓരോ സൂചന പറഞ്ഞ് ഞാൻ പോകാം എന്ന് കരുതുകയാണ്. കുടുംബത്തെ എങ്ങനെയൊക്കെ കരുതാം? നമ്മൾ കുടുംബവേദികളിൽ സാധാരണ പറയുന്നൊരു കാര്യം ഞാൻ ആദ്യം ഓർപ്പിക്കാം. ഒത്തിരി വിവാഹ വേദികളിലൊക്കെ ഇത് പറയാറുണ്ട്. കുടുംബത്തെ പോറ്റി പുലർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ ഉത്തരവാദിത്തമാണ്. നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണെങ്കിലും നമുക്കൊന്ന് വായിച്ച് പോകാം. ഈ വാക്യമൊക്കെ അറിയാവുന്ന പല ആളുകൾ ഇത് ശരിയായി ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ ഇതിൻ്റെ ഒരു വേദന എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്. അതുകൊണ്ട് ആ വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ഭർത്താവ് ഭാര്യയെ പോറ്റി പുലർത്തണം എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഞാനത് ഒത്തിരി വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ ഒരു ഭർത്താവിൻ്റെ, ഞാനെന്താ പകരം ഈ വചനത്തോടെ കടന്നുപോയപ്പോൾ ഓർത്തു, ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം എത്രയോ അധികമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന സമ്പത്ത് കൊണ്ട് ദൈവം നമുക്ക് തന്ന കുടുംബത്തെ കരുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രബോധിപ്പിക്കുകയാണ്. ഭർത്താവ് ഭാര്യയെ പോറ്റി പുലർത്തണം. അവിടെ ഒരു കുടുംബസത്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ആ പോറ്റി പുലർത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ വായിക്കുന്നത് ചെറിഷ് ആൻഡ് നറിഷ് എന്നാണ്. നമ്മുടെ പുസ്തകത്തിലൊക്കെ അത് വളരെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് അറിയാം എന്ന് ഞാൻ കരുതുകയാണ്. ലാളനയോടെ പോറ്റി പുലർത്താനുള്ളതായ ഉത്തരവാദിത്വമാണ് ഭർത്താവിന് ദൈവം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഭർത്താവെന്ന് പറയുന്ന സ്ഥാനം എത്രയോ ഉത്തരവാദിത്വമുള്ള, എത്ര പ്രധാനപ്പെട്ട ഒരു സ്ഥാനമായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ മറ്റൊരു സത്യം കൂടി നമ്മൾ കാണുന്നുണ്ടല്ലോ. ആര് പോറ്റി പുലർത്തുന്നത് പോലെ പോറ്റി പുലർത്തണം? ക്രിസ്തു
സഭയെ പോറ്റി പുലർത്തുന്നത് പോലെ. എനിക്കത് വിശദീകരിക്കാൻ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിലും വിഷയം വിട്ടൊത്തിരി പോകണ്ട എന്ന് ഞാൻ കരുതുകയാണ്. സഭ എത്ര മഹത്വമുള്ളൊരു സ്ഥാപനമാണ്. സ്വർഗത്തിലെ ദൈവം പോറ്റി പുലർത്തുന്ന സ്ഥാപനമാണ് സഭ. സഭ ഈ ഭൂമിയിലാണ് സാക്ഷ്യം വഹിക്കുന്നതെങ്കിലും സ്വർഗത്തിലെ ദൈവം സഭയെ പോറ്റി പുലർത്തുന്നു എന്നുള്ളത് എത്രയോ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഭയത്തോടൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ സ്നേഹവാത്സല്യങ്ങൾ ആർക്കനുഭവിക്കുവാൻ കഴിയും? നല്ല സഭാജീവിതം നയിക്കുന്നവർക്കായിരിക്കും ഇതിൻ്റെ അനുഗ്രഹം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ അന്തസത്ത മനസ്സിലായാൽ നമ്മുടെ സഭാജീവിതത്തിൽ നമ്മൾ വളരെ സജീവരായിട്ട് തീരുവാൻ ഇടയായിട്ട് തീരും. നമുക്കറിയാം, നമുക്ക് വ്യക്തിപരമായിട്ടും ഇത് നാം ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. നാഗൽ സാഹിബിൻ്റെ ഒരു പാട്ടിൻ്റെ ലൈനിൽ അത് മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പാടാൻ ശ്രമിക്കുന്നില്ല. സഹിപ്പാൻ എൻ ബുദ്ധിഹീനതയും വഹിപ്പാൻ എൻ എല്ലാ ക്ഷീണതയും ലാളിപ്പാൻ പാലിപ്പാൻ ദൈവപുത്ര നീയല്ലാതെ ആരുമില്ല. ഞാൻ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ലൈൻ പാടാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒത്തിരി ആസ്വദിക്കുന്ന 2 ലൈൻ പാട്ടാണത്. ആ ദൈവഭക്തൻ കർത്താവിനോടുകൂടി ആസ്വദിച്ച കാര്യം ഞാൻ പലപ്പോഴും ഓർത്ത് സന്തോഷിക്കാറുണ്ട്. നമ്മുടെ ബുദ്ധിഹീനത, നമ്മുടെ കുറവുകൾ ഒക്കെ സഹിക്കേണ്ടതുപോലെ സഹിച്ച് നമ്മെ ലാളിക്കാനും പാലിക്കാനും നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇത് അനുഭവിക്കാവുന്ന അനുഗ്രഹത്തിൻ്റെ പദവിയിലേക്ക് നമ്മെ ദൈവം കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് എത്രയോ നന്ദിയോടുകൂടി ഓർക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോ ദിവസവും ഈ ലാളന നമ്മൾ വ്യക്തിപരമായിട്ട് ആസ്വദിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കട്ടെ. ഇപ്പോൾ ഈ വാക്യത്തിൽ പറയുന്നത് കർത്താവ് സഭയെ പോറ്റി പുലർത്തുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിനോട് സഭാജീവിതത്തിൽ എത്രയോ വിശ്വസ്തരായിട്ട് ആയിരിക്കുവാൻ കടപ്പാടുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ ഭാഗത്തങ്ങ് മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ ഈ ഒരു ഭർത്താവിനെ ദൈവം കർത്താവിൻ്റെ സ്ഥാനത്താണ് ഒരു കുടുംബത്തിൽ നിർത്തുന്നത്. അപ്പോൾ ഭാര്യയെ പോറ്റിപ്പുലർത്തണം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയോ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് കുടുംബജീവിതത്തിൻ്റെ ആസ്വാദ്യതയായിട്ട് ഇരിക്കുന്നത്. ഇനി മാതാപിതാക്കൾക്ക് പൊതുവിലുള്ള ഉത്തരവാദിത്വം പിതാക്കന്മാരെ എന്ന് വിളിച്ചാണ് പറയുന്നത് എന്നിരിക്കലും എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിതാക്കന്മാരെ എന്ന് വിളിച്ചാൽ പറയുന്നത്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും, അടുത്ത വാക്ക് എന്താ, പോറ്റി വളർത്തണം. അപ്പോൾ മക്കളെ പോറ്റി വളർത്തുക എന്നുള്ളത് മാതാപിതാക്കളിൽ നിക്ഷിപ്തമായിട്ടുള്ള വലിയ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമ്മൾ ഈ 1 തിമോഥെയോസ് 5-ന്റെ 8-ാം വാക്യത്തിൻ്റെ വിശദാംശങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇത് വളരെ ഗൗരവമായി ചേർത്ത് ഉൾക്കൊള്ളണം. അപ്പോൾ പോറ്റി വളർത്തുക എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടുന്ന ആഹാരം കൊടുക്കാനും അവരുടെ ജീവിതത്തിന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്വപരമായി കരുതാനുമുള്ളതായ വലിയ ഉത്തരവാദിത്വം ഒരു കുടുംബനാഥനുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാനിത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞത്, അപ്പനത് ചെയ്താലും ഇത് മക്കളിലേക്ക് എത്തിച്ചേരുന്നത് മിക്കവാറും അമ്മ വഴിയായിരിക്കും. അപ്പോൾ ഒരു അപ്പനും അമ്മയ്ക്കും ഒരു കുടുംബത്തിൽ കുടുംബാംഗങ്ങളെ കരുതാനായിട്ട് എത്രയോ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതായ വലിയ സത്യം
സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അപ്പോൾ 1 തിമോഥെയോസ് 5:8 വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞ ഈ കൊച്ചു വിശദീകരണങ്ങൾ നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഇനി 1 തിമോഥെയോസ് 5-ാം അധ്യായത്തിൻ്റെ ഇപ്പോൾ 8-ാമത്തെ വാക്യമാണ് നമ്മൾ ആദ്യം വായിച്ചത്. 4-ാമത്തെ വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കുടുംബത്തിനകത്തുള്ള കരുതലിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാവുന്ന വാക്യമായതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകാം. വല്ല വിധവയ്ക്കും പൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് അടുത്ത വാക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. അപ്പോൾ ഈ കുടുംബത്തെ കരുതുക എന്ന് പറയുന്നതിൽ ഈ ഉപകാരം ബാല്യം മുതലേ അനുഭവിച്ച മക്കൾക്ക് മാതാപിതാക്കളെ അങ്ങനെ കരുതാനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇത് പറയുമ്പോൾ ചേർത്ത് പറയും. ചില ആളിലൊക്കെ വിചാരിക്കുന്നത് അവർ വല്ല വിദേശത്തൊക്കെ പോയി താമസിക്കുകയും ജോലിയൊക്കെ ചെയ്താൽ പിന്നെ ഈ ഉത്തരവാദിത്വത്തിന് ഒഴിവുള്ളവരാകുമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, എവിടെ പോയാലും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം അത് മക്കളെന്ന നിലയിൽ മാതാപിതാക്കളോടുള്ള കടപ്പാടായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ആ വാക്യം മുഴുവനും പറഞ്ഞില്ല. അവിടെ നാം കാണുന്നൊരു കാര്യം ഒന്ന് വായിച്ചേക്കാം. അത് 1 തിമോഥെയോസ് 5:4 ഒന്ന് വായിച്ചോളൂ. അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. അടുത്ത വാചകമാണ്. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകും. എന്തു ഭംഗിയായിട്ടാണ് ദൈവാത്മാവ് ഈ സത്യം വെളിപ്പെടുത്തുന്നത്. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. ഞാൻ ആ വാചകത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ്. ഈ കാര്യം ചെയ്യാത്ത മക്കളിൽ ദൈവം പ്രസാദിക്കുകയില്ല. അതുകൊണ്ട് തങ്ങളുടെ ജോലി കണ്ടെത്തുമ്പോഴും തങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ദൈവം ഏൽപ്പിച്ചതായ ഈ വലിയ ഉത്തരവാദിത്വത്തിന് വിഘ്നം വരുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനുള്ളതായ ആവശ്യകത ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മൂല്യങ്ങളിലൊക്കെ വല്ലാത്ത തകർച്ച ഇന്ന് ദൈവജനത്തിൻ്റെ നടുവിലും കാണുന്നൊരു കാലമാകൊണ്ട് ഞാനത് സ്നേഹത്തോടു കൂടി ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചതായ സ്വന്തം കുടുംബത്തെ കരുതുക എന്ന് പറയുന്നതായ ആ പ്രയോഗം അതിൽ തന്നെ എത്രയോ വിശാലമായ അർത്ഥം നൽകുന്നതാണ് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ ആദ്യത്തെ വാക്യത്തിലൊരു പ്രയോഗം ഇവിടെ ഒന്ന് എടുത്ത് പറയുക. ഈ ഉത്തരവാദിത്വം ഒന്നും നിർവഹിക്കാതെ ഒരാൾ ജീവിക്കുകയാണെന്ന് വിചാരിക്കുക. ഭാര്യയോടുള്ള കടപ്പാടും പിള്ളേരോടുള്ള കടപ്പാടും മാതാപിതാക്കളോടുള്ള കടപ്പാടും ഒന്നും നോക്കാതെ ഒരാൾ ജീവിച്ചാൽ അവരിൽ ദൈവം പ്രസാദിക്കില്ല എന്ന് മാത്രമല്ല, പിന്നെയോ ഇവിടെ പറഞ്ഞ വാചകം വിശ്വാസം തള്ളിക്കളഞ്ഞവർ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കും എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പോലും അവരുടെ ജീവിതത്തെ ആദരവോടെ കാണാൻ ഇടയായിട്ട് തീരുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിലുള്ള ഉത്തരവാദിത്വം അതിൽ തന്നെ എല്ലാ പ്രാധാന്യത്തിലും നിർവഹിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താം. ഞാൻ എന്തിനാ ഇത്രയും വിശദീകരിച്ചതെന്നറിയാമോ? ഈ കാര്യമൊന്നും നന്നായിട്ട് നിർവഹിക്കാതെ കിട്ടുന്ന പണം കൊണ്ടുവന്ന് ബാങ്കിലിട്ടോ അല്ലാതെയും ഒക്കെ അങ്ങ് നിക്ഷേപം സ്വരൂപിക്കുകയാണെന്ന് വിചാരിക്കുക. ആ നിക്ഷേപത്തിൽ ദൈവത്തിന് യാതൊരു പ്രസാദവും തോന്നുകയില്ല. അപ്പോൾ നമ്മുടെ കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതാണ് പ്രധാനം.
നിർവഹിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യത്തിലാണ് നിക്ഷേപം എന്ന് പറയുന്ന കാര്യം വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് സാധിക്കട്ടെ. ഇനി ഞാൻ അതിൽ ഒരു വാക്കുകൂടി ഒന്ന് പറയുകയാണ്. സ്വന്തം കുടുംബത്തെ കരുതാത്തവൻ. അപ്പോൾ ഈ കരുതുക എന്ന് പറയുന്നതിന് പല അർത്ഥമുണ്ട്. ഇപ്പോൾ നമ്മൾ സാമ്പത്തിക കാര്യമാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ നമുക്ക് കുടുംബത്തെ കരുതുമ്പോൾ സാമ്പത്തികമായി സൂക്ഷിക്കാവുന്ന ഒരു സൂചന ഞാൻ ഇവിടെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ കുടുംബത്തെ കരുതുമ്പോൾ നാം പ്രാർത്ഥനാപൂർവം പ്രതീക്ഷിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ എന്നുള്ളത് ഈ നിക്ഷേപത്തിൽ ഉൾപ്പെടുകയില്ല. അപ്പം അങ്ങനെ ആരും പേടിക്കേണ്ട. നിക്ഷേപിക്കരുതെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഒരു കരുതലിനെ കുറിച്ചല്ല ഇവിടെ കർത്താവ് പറയുവാൻ ഇടയാടുത്തിയിരുന്നത്. അത് നമ്മൾ ചെയ്യേണ്ടുന്നതായ കാര്യമാണ്. ഇതൊന്നും ഉദാഹരണം പറയേണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയട്ടെ. മാസത്തിൽ വീട്ടുവാടക കൊടുക്കണം. ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുവാടക കൊടുക്കണം. അപ്പോൾ വീട്ടുവാടക കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കരുതൽ ആ മാസത്തെ വരുമാനത്തിലും ഒക്കെ സൂക്ഷിക്കണം. അല്ലാതെ അതിൻ്റെ തലേദിവസം എൻ്റെ കാശില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് കരുതുന്നതിലുള്ളതൊരു വിവേകത്തോടു കൂടിയുള്ളതായ കരുതലാണ്. വീട്ടുവാടക കൊടുക്കേണ്ട തലേദിവസം പോയി കയ്യിലുണ്ടായിരുന്ന കാശ് കൊണ്ട് വലിയ അത്യാവശ്യമില്ലാത്തൊരു സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വാടക കൊടുക്കാൻ പണമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് വളരെ കഠിനമായ അവിവേകമാണ്. സ്വന്തം കുടുംബത്തെ കരുതുന്നതായ പ്രകൃതമല്ലാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ വിശാലമായ അർത്ഥത്തിൽ ഞാൻ ഈ സത്യം ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ളതായ ആവശ്യങ്ങൾ, മക്കളുടെ പഠനാവശ്യങ്ങളോ മക്കളുടെ മുമ്പിൽ അടുത്ത് വരുന്ന വിവാഹ ആവശ്യങ്ങളോ, ഇതിനൊക്കെ വേണ്ടിയുള്ളതായ വിവേകപൂർവമായ കരുതൽ എന്നുള്ളതല്ല നമ്മുടെ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. പിന്നെയോ ആ കരുതലൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കുക, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിശ്വാസിയുടെ വീട്ടിലൊരു പെൺകുട്ടിക്കൊരു വിവാഹ ആലോചന വന്നു. അപ്പോൾ അത് പറയാനായിട്ട് എന്നോടും ഇങ്ങനെ പറയാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥനാപൂർവ്വം പോയി പറഞ്ഞു. ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. ഒത്തിരി വർഷങ്ങളായിട്ട് അധ്വാനിച്ച് അങ്ങനെയുള്ളൊരു കുടുംബമാണ്. പക്ഷേ ഈ മോൾക്ക് വേണ്ടി അവരുടെ കയ്യിൽ ഒരു കരുതലുമില്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതായാലും നിങ്ങളുടെ സകലം എന്തായാലും അവൻ്റെ പേര് ഇട്ടുകൊള്ളുന്നൊരു വാക്യമുണ്ട്. പക്ഷേ ആ വാക്യം ഇങ്ങനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമുക്കുള്ള അധ്വാനത്തിൽ നിന്നുള്ളതായ വരുമാനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ കരുതലിൻ്റെ ഉത്തരവാദിത്വം നഷ്ടപ്പെട്ട് അത് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, കുടുംബത്തെ കരുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുകയാണ്, ഇവിടെ തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ ലഭിച്ചിരിക്കുന്നതായ ഈ ഉപദേശം അതിൻ്റെ എല്ലാ ഗൗരവത്തിലും സൂക്ഷ്മതയോടെ ഉൾക്കൊണ്ട് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ പണം വെറുതെ സ്വരൂപിച്ച് വെച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ, നമുക്കറിയാം നാം പണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ദൈവം കാര്യവിചാരകത്വമേ തന്നിട്ടുള്ളൂ, സ്റ്റീവാർഷിപ്പേ തന്നിട്ടുള്ളൂ. പണം കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ചെലവാക്കാനുള്ളതായ അധികാരം മാത്രമേ ഉള്ളൂ. പണം നമ്മുടെ കർത്താവിൻ്റെയാണ്, നമ്മളും കർത്താവിൻ്റെയാണ്, പണവും കർത്താവിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പണം ഏൽപ്പിക്കും, എന്നിട്ട് ആ പണം ചെലവിടാനുള്ളതായ ആ സ്റ്റീവാർഷിപ്പ് ഏൽപ്പിക്കും, കാര്യവിചാരകത്വം ഏൽപ്പിക്കും. കാര്യവിചാരകത്വം ഏൽപ്പിച്ചവൻ കണക്ക് ചോദിക്കുമ്പോൾ നമുക്കവിടെ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ സാധിക്കണമെങ്കിൽ ദൈവഭയത്തോടെ നമുക്ക് തന്ന കുടുംബത്തിൽ അത് നമ്മൾ നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട്
സാധിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ പണം കൂട്ടിവെക്കുന്ന അപകടത്തിൽ നമ്മൾ അകപ്പെടുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ രണ്ടാമത്തെ കൽപ്പനയിലേക്ക് കൂടി ഒന്ന് പ്രവേശിക്കാം എന്ന് കരുതുന്നു. 20-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുകയാണ്, നിക്ഷേപം ഇവിടെ സ്വരൂപിക്കരുത് എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ച് കൊള്ളുവിൻ. നമ്മൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കൽപ്പന അതിൻ്റെ എല്ലാ ഗൗരവത്തിലും ഏറ്റെടുത്ത് നിർവഹിക്കുവാനായിട്ട് സാധിക്കണം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ദൈവമക്കളായ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണെങ്കിലും നമ്മൾ എവിടുത്തെ പൗരന്മാരാണ്? സ്വർഗത്തിലെ പൗരന്മാരാണ്. ഇവിടുത്തെ പൗരന്മാരുമാണ്. അതൊന്നും അത്ര വലിയൊരു കാര്യമല്ല. എങ്കിലും അത് നമുക്ക് വിവേകത്തോടു കൂടിയൊക്കെ പ്രയോജനപ്പെടുത്താം. പക്ഷേ ഈ ഒരു വാക്യം എഴുതിയിട്ടാൽ മതി. ഫിലിപ്പിലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തു വരും എന്ന് നമ്മൾ കാത്തിരിക്കുന്നവരായ ആളുകളാണ്. അപ്പോൾ നമുക്കുള്ളതായ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കുള്ള സ്വർഗീയ ബന്ധത്തിൻ്റെ ഈ പ്രത്യേകതകളും വചനങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത് എന്നിരിക്കലും നാം സ്വർഗീയ പൗരന്മാരാണെന്നുള്ളതായ ആ വലിയ സത്യത്തെ നമുക്ക് ഓർക്കാം. മറ്റൊരു 2 വാക്യം കൂടി നല്ല പരിചയമുള്ളത് എന്ന് പറയാം. റെഫറൻസ് ആദ്യം പറയാം. ഫിലിപ്പിയർ 1:23 വാക്യം. വേറൊരു റെഫറൻസ് കൂടി എഴുതിയിട്ടുള്ളൂ. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 43 വാക്യം നമ്മൾ കൂടെ ചിന്തിക്കുന്നതായ വാക്യമാണ്. പൗലോസ് പറയുകയാണ്, വിട്ടുപിരിഞ്ഞ് ഞാൻ ആരോടുകൂടിയാണ്? ക്രിസ്തുവിനോട് കൂടെയാണ്. മറ്റേ കള്ളനോട് കർത്താവ് പറഞ്ഞ വാക്കാണല്ലോ, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും. ഇതെല്ലാ ദിവസവും ഓർത്തിരുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മളിവിടുന്ന് വിട്ടുപിരിയുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ നമ്മുടെ പ്രാണപ്രിയൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ പ്രത്യാശയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്ന ആളുകൾ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, പഠിക്കുന്ന ആളുകൾ, അവർക്ക് ഒരു മരണം സംഭവിച്ചാൽ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരു പിടുത്തമില്ലാത്ത ആളുകളാണ്. അത്രമാത്രം അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് ജീവിക്കുന്നവരാണ്. സുവിശേഷം നമുക്ക് നൽകിയ വലിയ പ്രത്യാശയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുകയും പണം കൈകാര്യം ചെയ്യുകയും പണം അധ്വാനിച്ചുണ്ടാക്കുകയും ചെലവിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിരിക്കലും പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള ഈ സ്വർഗീയ ബന്ധത്തെക്കുറിച്ചുള്ളതായ ആ വലിയ ഉൾക്കാഴ്ച നമുക്കെപ്പോഴും സജീവമായി സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നാം ഈ ലോകത്തിലാണ് പാർക്കുന്നതെങ്കിലും നമ്മൾ ക്രിസ്തുവിലുള്ള ആളുകളാണ്. ഫിലിപ്പിയർ 1:1 വാക്യം ഒന്ന് പറയണമെന്ന് എനിക്ക് ശക്തമായൊരു നിർബന്ധം തോന്നി. അതുകൊണ്ട് അത് പറയുകയാണ്. ഫിലിപ്പിയർ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഫിലിപ്പ് ലേഖനത്തിൽ എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുള്ളൊരു വാക്യമാണ് ഇത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫിലിപ്പ് ലേഖനം തുടർമാനമായിട്ട് കുന്നക്കുണ്ടി സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഫിലിപ്പ് ലേഖനത്തിൽ ഓരോ വാക്യങ്ങളും ഇങ്ങനെ ഉദ്ധരിക്കാനും പ്രസംഗിക്കാനും ഒക്കെ ഇടയായി തീർന്ന ആ നാളുകൾ ഓർമ്മയിൽ ഇന്ന് പകൽ വരാനിടയായിട്ട് തീർന്നു. ഇവിടെ ഞാൻ ഒരു വാക്കൊന്ന് എടുത്തു പറയുകയാണ്. ക്രിസ്തുയേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമത്തിയോസും, അടുത്ത വാക്ക്, ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ളവർ. അപ്പോൾ
അവിടെ വിശ്വാസികളോട് ഫിലിപ്പിയിലുള്ള ആ വിശ്വാസികളുടെയുള്ള വ്യത്യസ്തതകളൊക്കെ അവിടെ എടുത്ത് പറയുന്നുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പാർക്കുന്നത് ഫിലിപ്പിയിലാണെങ്കിലും നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? ക്രിസ്തുവേശുവിലാണ്. ക്രിസ്തുവേശുവിലാണ്. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഫിലിപ്പിയിൽ പാർക്കുന്നതിന് അതിൻ്റേതായ പരിമിതികളുണ്ട്, അതിൻ്റേതായ പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ നമ്മൾ ഫിലിപ്പിയിലാണ് പാർക്കുന്നതെങ്കിലും, മണ്ണൂരാണ് താമസിക്കുന്നതെങ്കിലും, പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുയേശുവിൽ ഉള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് നമുക്കുള്ളതായ ഈ സ്വർഗീയ ബന്ധത്തിൻ്റെ വലിപ്പവും മഹത്വവും എപ്പോഴും ഓർക്കാനുള്ളതായ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഞാൻ ലളിതമായ 3 സത്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ വാക്യം മനസ്സിലാക്കാൻ നമുക്കൊരു പ്രയാസം വരികയില്ല. നമ്മുടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. ചിലപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആളുകളാണ്. അപ്പം അതുകൊണ്ട് ഈ കൽപ്പന എത്രയോ പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളാനുള്ളതായ വലിയ ആവശ്യകത ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ദൈവമക്കളായപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്ന ആത്മീക സ്ഥാനത്തിൻ്റെ മഹത്വം നമുക്ക് എത്രയോ വ്യക്തമായി കാണാനായിട്ട് കഴിയും. ഇത്രയും വലിയ പദവിയിലേക്ക് വന്ന ആളുകൾ നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാതെ കയ്യിൽ കിട്ടുന്നതെല്ലാം ഇവിടെ സ്വരൂപിച്ച് ജീവിച്ചാൽ നമ്മൾ എന്തു വലിയ മണ്ടത്തരമായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാണപ്രിയൻ പഠിപ്പിച്ച ഈ സത്യം അതിൻ്റെ എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊണ്ട് പ്രായോഗികമാക്കി ഓരോ ദിവസവും ജീവിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പിന്നെ നമ്മൾ ചിന്തിക്കാനുള്ളതായ കാര്യം ഒരു ചോദ്യരൂപേണ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു ഗ്രഹപാഠം ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എങ്ങനെയൊക്കെ സ്വർഗത്തിൽ നിക്ഷേപിക്കാം? എല്ലാവരും ചോദ്യം ഒന്ന് എഴുതിയിടണേ. എങ്ങനെയൊക്കെ സ്വർഗത്തിൽ നിക്ഷേപിക്കാം? സ്വർഗത്തിൽ നിക്ഷേപിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല, സംശയമില്ല. നമ്മുടെ കർത്താവ് നേരെ കൽപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതായ കാര്യം നിങ്ങളൊരു ഗ്രഹപാഠം എഴുതണം. ഞാനും എഴുതാം ഈ ആഴ്ചയിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതായ കാര്യം മനസ്സിലാക്കി അതുപോലെ ചെയ്ത് നമ്മുടെ ഗുരുനാഥൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരായിട്ട് ഈ തലമുറയിൽ ജീവിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ചിന്ത തുടങ്ങിയത് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കുക എന്നുള്ളതായ നമ്മുടെ പ്രാണപ്രിയൻ്റെ കൽപ്പന ഏറ്റെടുത്ത് അത് പ്രായോഗികമാക്കി വരുന്ന ദിവസങ്ങളിൽ ജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം കൃപ നൽകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഈ കാര്യം ഈ ആഴ്ചയിൽ ചിന്തിക്കാം. നമുക്ക് അബദ്ധം പറ്റരുത്. കാരണം ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന പണം ഏറ്റവും സൂക്ഷ്മതയോടെ വിനിയോഗിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കി ജീവിക്കാനുള്ളതായ വലിയ ആവശ്യകതയുണ്ട്. ദൈവാത്മാവ് അതിനുള്ള കൃപ നമുക്കെല്ലാവർക്കും നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.